ബാലമാമേ, കഴിക്കേ. അവൻ വരട്ടെ. മുന്നിരിക്കുന്നത് ആരാണെന്ന് വെച്ചാ കാലുമേ കാലും കയറ്റിയിരിക്കുന്നത്. രമേശേട്ടാ, നിങ്ങളോടാ പറഞ്ഞത്. ഞാനോ? എപ്പോ? പ്രായത്തിന് മൂത്തവരുടെ മുന്നിലെ മര്യാദയില്ലാതെ ബിഹേവ് ചെയ്യരുത്. കാലിറക്കി വെച്ചോ, ഇല്ലെങ്കിൽ കാലുണ്ടാവില്ല. എന്നെ രണ്ടു കാലം താഴെ ഇരിക്കല്ലേ? അളിയ പണി കുനിഞ്ഞു നോക്ക്. ദാ കാണുന്നുണ്ടോ? ഞാൻ ഒരു തവണ പറഞ്ഞു, അങ്ങ് കൊമ്പത്തെയാണെന്നാ വിചാരം. വേസ്റ്റ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന അളിയനെന്തിനാ ഇവൻ ചൊറിയുന്നേ? കൊമ്പത്ത് ഞാനോ? ഇതെന്നെ ഉദ്ദേശിച്ചല്ലോ. ഇപ്പൊ മനസ്സിലായി. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാ നല്ലത്. ഞാൻ പറഞ്ഞു, ഇനി എന്റെ മോനെ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ അച്ഛന്റെ മൂത്ത മോനെ പോലെ വായി നോക്കി ഇരിക്കണോ? എടി, നീ എന്താ വിചാരിച്ചത്? നിന്റെ ഓഫീസാണോ? ആ, മേടത്തോടാണല്ലോ ഇവൻ ചാടിക്കൊണ്ടിരുന്നേ. എന്തിനാണ് എന്റെ പൊന്നിനോട് തട്ടിക്കയറുന്നേ? നിന്റെ ദേഷ്യം നിന്റെ ഭാര്യയോട് തീർത്താ മതി. എടാ അരവിന്ദേ, നിന്റെ ഭാര്യ അച്ഛന്റെ മുന്നിൽ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? അത് ചോദിക്കാൻ നിനക്ക് ധൈര്യമില്ലല്ലേ? നിനക്ക് എന്താ ഇപ്പോ? മേടത് കഴിച്ചോണ്ടിരിക്കല്ലേ? നിനക്കിത് കണ്ടു കേൾക്കാൻ പറ്റുമായിരിക്കും, എനിക്കത് പറ്റില്ല. നിന്റെ സുപ്പീരിയർ പവർ കാണിക്കാനുള്ള സ്ഥലമല്ലേ ഇത്? ഇവിടുത്തെ സുപ്പീരിയർ എന്റെ അച്ഛനാ. ആ മര്യാദ നീ കാണിച്ചോണം. കാല് താഴ്ത്തടി. ഇതെന്റെ കാലം. അത് ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത് എന്റെ കാലിൽ തന്നെ, അല്ലാതെ നിങ്ങളുടെ അച്ഛന്റെ മേലല്ലല്ലോ. നീ കാല് താഴ്ത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇനി കയറ്റി വെക്കാൻ കാലുണ്ടാവില്ല. എന്താടാ ഭീഷണിയാണോ? മേഡം ഇഷ്ടമുള്ളതുപോലെ ഇരിക്കും. ബാലമാമൻ പ്രായത്തിലെ മൂത്തതല്ലേ? അത് മാത്രല്ല അരവിന്ദേട്ടൻ അച്ഛനും കൂടിയല്ലേ. ആ മര്യാദ കാണിച്ചൂടെ? നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? പെണ്ണുങ്ങളെ കാല് കയറ്റി വെക്കാൻ പാടില്ല, ആണുങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഇതൊക്കെ ആരുടെ റൂൾസാ? എന്റെ ഇഷ്ടം പോലെയാ ഞാൻ ഇരിക്കുന്നത്. അതെന്റെ ഫ്രീഡം. ആ കേട്ടില്ലേ? ഇനി എന്താ പ്രശ്നം?
മാതാ പിതാ ഗുരു ദൈവം കേട്ടിട്ടില്ലേ നീ? അച്ഛനും അമ്മയും ഗുരുവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം. ആ അച്ഛന്റെ മുന്നിലാ നിന്റെ ഭാര്യ തോന്നിയ ദിവസം കാണിച്ചിരിക്കുന്നത്. എടാ മേഡം പറഞ്ഞില്ലേ എങ്ങനെ ഇരിക്കണമെന്ന് അവര് തീരുമാനിക്കുമെന്ന്. അത് മേഡത്തിന്റെ ഫ്രീഡം ആണ്. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങേരോട് മാറിയിരിക്കാൻ പറ. കഴിയില്ലേ പ്രശ്നം? അരവിന്ദേട്ടൻ പറയുന്നൊന്നും ശരിയല്ല. എടി ശരിയും തെറ്റൊന്നും നീ തീരുമാനിക്കണ്ട. ബഹുമാനവും മര്യാദ എന്താണെന്ന് അറിയാത്ത ഒരുത്തിക്ക് വേണ്ടി സംസാരിക്കാൻ നാണമില്ലേ നിനക്ക്? നീ നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കും, അല്ലാതെ അടിമയാവരുത്. അടിമയോ? ഞാനോ? ഏയ്, അരവിന്ദ്, നീ അടിക്കുവല്ലടാ. അരവിന്ദേട്ടാ, please ഒന്ന് നിർത്ത്. നീ അടിക്കല്ലേ? മോനെ, അമ്മ പറയും, ശരിയാക്ക്. നിന്നെ കൊല്ലുവാ ഞാൻ. മാറി നിൽക്ക്. ചാടി വിട്. ഇതല്ലേ പറഞ്ഞത്? വിട്. ഇവിടെ സ്വസ്ഥായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാന്ന് കരുതി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പൊന്നു, മേഡം കഴിച്ചിട്ട് പോകും മേഡം. മേഡം മേഡം നിനക്കിപ്പോ സമാധാനമായല്ലോ. ആയി, നീ ഉള്ള പിന്നാലെ പോടാ. എടാ ആകാശേ, ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നീയാ. ആണോ? അമ്മയുടെ പൊന്നു കാണിച്ചത് ശരിയാണെന്നാണോ? മതി, നിർത്ത്. എന്നവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അപ്പൊ മുതല് എന്റെ അഭിമാനവും അന്തസ്സൊക്കെ നഷ്ടപ്പെട്ട് വെറും ജഡമായി. എപ്പോ നോക്കിയാലും വഴക്ക. അയ്യോ എന്റെ മേഡം വിഷമം സഹിക്കില്ലല്ലോ. അത് അവളുടെ സ്വഭാവം. അശ്വതി മാവുണ്ടോ? ഉണ്ട്. അല്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നെയ്യുള്ള നല്ല ദോശ. ഒന്ന് മാറിക്കൂ. മരമണ്ടൻ പെൺകോന്തൻ. അക്കുചേട്ടാ, പ്ലീസ്.